ട്രംപിന്റെ $50 ലക്ഷം ഗോൾഡ് കാർഡ് പദ്ധതിയോട് തണുപ്പൻ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കോടീശ്വരന്മാർ. $50 ലക്ഷം നിക്ഷേപം നൽകിയാൽ US സ്ഥിര താമസവും ജോലിയും വാഗ്ദാനം ചെയ്യുന്നതാണ് ഈ പദ്ധതി. പദ്ധതി പ്രഖ്യാപിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും ലോകമെമ്പാടും നിന്നുമുള്ള ശതകോടീശ്വരന്മാരിൽ പലരും പദ്ധതിയോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ കാർഡ് സ്വന്തമാക്കുന്നതിലൂടെ സമ്പന്നരായ ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരും. അവർ സമ്പന്നരാകും, അവർ വിജയിക്കുകയും ചെയ്യും. കഴിഞ്ഞയാഴ്ച പദ്ധതി അവതരിപ്പിച്ച് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കൂടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ കാർഡുകൾ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 10 ലക്ഷത്തോളം കാർഡുകൾ വിൽക്കാൻ കഴിയുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. ഈ കണക്കുകൂട്ടൽ ശരിയായാൽ 10 ലക്ഷം കാർഡുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ $5 ട്രില്യൺ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ വളരെ കുറച്ച് കോടീശ്വരന്മാർ മാത്രമാണ് ഈ കാർഡ് വാങ്ങാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൗരത്വം നേടാതെ തന്നെ US പണം നിക്ഷേപിക്കാവുന്ന താരതമ്യേന ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ ഉള്ളതാണ് കാരണം. ആഗോളതലത്തിൽ 18 ശതകോടീശ്വരന്മാരോട് സംസാരിച്ചുവെന്നും അതിൽ 2 പേർ മാത്രമാണ് ഗോൾഡ് കാർഡ് വാങ്ങുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞതായും ഫോക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെയും പൗരത്വം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടില് എന്നാണ് മാക്സ് ഹെൽത്ത് കെയറിന്റെ MDയും ശതകോടീശ്വരനുമായ അബൈസോയ് ഫോബ്സിനോട് പറഞ്ഞത്. സമ്പന്നർക്ക് ഗോൾഡ് കാർഡ് ശരിക്കും ആവശ്യമില്ല എന്ന് ഒരു കനേഡിയൻ കോടീശ്വരൻ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ഒരു ശതകോടീശ്വരനാണ് എങ്കിൽ അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല. അമേരിക്കയിൽ നിക്ഷേപിക്കാൻ ഞാൻ അമേരിക്കൻ പൗരനാക്കേണ്ടതില്ല എന്നതാണ് കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമാനമായ അഭിപ്രായമാണ് യൂറോപ്പിൽ നിന്നുള്ള ഒരു കോടീശ്വരനും പറഞ്ഞത്. റഷ്യയിലെ പ്രഭുക്കന്മാരെയും ഗോൾഡ് കാർഡ് വാങ്ങാൻ അനുവദിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വളരെ നല്ല ആളുകളായ ചില റഷ്യൻ പൗരന്മാരെ എനിക്കറിയാം. അവർക്ക് കാർഡ് വാങ്ങാൻ അനുമതിയുണ്ടാകും. അവർക്ക് $50 ലക്ഷം താങ്ങാൻ കഴിയുമെന്നാണ് കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുക്രൈനിനെതിരെ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ ബാധിച്ച റഷ്യൻ പ്രമുഖന്മാരായി ഉദ്ദേശിച്ചാണ് ട്രംപ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഗോൾഡ് കാർഡിനായി $50 ലക്ഷം ചെലവഴിക്കുന്നത് പരിഗണിക്കുന്നില്ല എന്നാണ് റഷ്യയിലെ ഒരു പ്രഭു പറഞ്ഞത് എന്ന് ഫോബ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ബിസിനസ് ആശയം മനസ്സിലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഇത്രയധികം ചെലവില്ലാതെ അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്തിനാണ് $50 ലക്ഷം ചെലവഴിക്കുന്നത്? ആരാണ് ഈ $50 ലക്ഷം നൽകുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പ്രഭു പറഞ്ഞതായി ഫോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്.